നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇനി അതിന്റെ സെക്കൻഡലി വരുന്നത് വേരിയബിൾ സ്റ്റേറ്റിൽ തെർമോമെട്രിക് കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു ചെറിയ ടോപ്പിക്കാണ്. കഴിഞ്ഞ ദിവസം എടുക്കേണ്ടിയിരുന്നത്, പക്ഷേ ഞാൻ പ്രോബ്ലം ഒക്കെ എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എടുക്കാത്തത്. ഇന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി എന്താണ്, വേരിയബിൾ സ്റ്റേറ്റ് എന്താണ് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്ത്. നിങ്ങൾ ചിലപ്പോൾ ചെയ്ത് കാണും ലാബില് ലീസ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തെർമൽ കണ്ടക്ടിവിറ്റി, സാധാരണ നമുക്ക് പ്യുവർ കണ്ടക്ടേഴ്സിന് തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് ഈസിലി കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നോൺ കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് നമുക്കിപ്പോൾ റബ്ബർ, പ്ലാസ്റ്റിക്, കാർബോർഡ്, വുഡ് ഒക്കെ വരില്ല, അതൊക്കെ കണ്ടക്ടേഴ്സ് അല്ലല്ലോ. അപ്പോൾ അതിന്റെയൊക്കെ തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലീസ് ഡിസ്ക് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ലാബിൽ പ്രാക്ടിക്കലും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിന്റെ തിയറിയും ബാക്കി കാര്യങ്ങളും എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേരിയബിൾ സ്റ്റേറ്റ് ആണ്. വേരിയബിൾ സ്റ്റേറ്റ്. വേരിയബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തെർമോമെട്രിക്. കഴിഞ്ഞ സംബന്ധിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഇതെന്താണ്? തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി. തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി. ഓക്കെ, എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടെ എന്തോ ചെയ്യുന്നു, രണ്ട് റീജിയൻ, നമ്മൾ രണ്ട് റീജിയൻ സർഫസ് കൺസിഡർ ചെയ്തു, ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള രണ്ട് റീജിയൻ കൺസിഡർ ചെയ്തു. ഒരു ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു തിക്നെസ്സിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള θ1 ടെമ്പറേച്ചറുള്ള റീജിയനും θ2 ടെമ്പറേച്ചറുള്ള റീജിയനും കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് റീച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ടെമ്പറേച്ചർ, നമ്മൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടി കൂട്ടി വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടി കൂട്ടി വരുന്നതനുസരിച്ചിട്ട് ഈ ടെമ്പറേച്ചർ ഇങ്ങോട്ട് പാസ് ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു ബാരിയർ പാസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്, ഇപ്പുറത്തോട്ട് പോവേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾസ് നമ്മൾ പ്രോബ്ലം സെക്ഷനിലൊക്കെ പറഞ്ഞത് എന്താണ്, അവിടെ നമ്മളിപ്പോൾ റൂം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ പുറത്തൊരു ടെമ്പറേച്ചർ ആയിരിക്കും, നമ്മുടെ റൂമിനകത്ത് വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും. ഇപ്പോൾ കോൾഡ് റീജിയൻ ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കോൾഡ് കൺട്രീസിലൊക്കെ എന്ത് ചെയ്യാം, നമ്മളിവിടെ അത്രയും വരില്ല തണുപ്പ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇതൊരു ഈ ഡെൽറ്റ എക്സ് തിക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് ആയിരിക്കാം. നമ്മുടെ വിൻഡോയിൽ കൂടി എത്രത്തോളം ടെമ്പറേച്ചർ അകത്തോട്ട് കയറാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ടെമ്പറേച്ചർ പുറത്തോട്ട് പോകാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് അവിടെ പറഞ്ഞത്. അപ്പോൾ അതാണ് ഒരു റീജിയൻ. എക്സ് എന്ന റീജിയൻ എന്താണ്, ഒരു ടെമ്പറേച്ചർ വേരിയേഷനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അപ്പുറത്തെ ഇപ്പുറത്തെ ടെമ്പറേച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, ഓരോ പോയിന്റ്സിലും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും. അത് സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് നോക്കുന്ന ടെമ്പറേച്ചർ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യത്തില്ല, വേരി ചെയ്യത്തില്ല. പക്ഷേ ഈ ഒരു ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല ഇവിടെ വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ, ഇവിടെ ടെമ്പറേച്ചർ വേറെ ആയിരിക്കും. പക്ഷേ ഉള്ളത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു സ്റ്റഡി സ്റ്റേറ്റ് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് മുമ്പേ ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, ഒരു റാൻഡംനെസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് എന്ത്, വേരിയബിൾ സ്റ്റേറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഇൻ ദ കണ്ടക്ടിങ് മെറ്റീരിയൽ ബിഫോർ ദ സ്റ്റഡി സ്റ്റേറ്റ് റീച്ച് ഈസ് കോൾഡ് വേരിയബിൾ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് തൊട്ട് മുൻപേ, സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് അവിടെ ഒരു റാൻഡംനെസ്, അതായത് ഒരു ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് മിക്സപ്പ് ആയിട്ട് ആ ഒരു തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് എന്ത്, വേരിയബിൾ സ്റ്റേറ്റ് എന്ന് പറയും. Okay, before the steady state, the rate of flow of heat depends not only on the thermal conductivity but also density and the specific heat capacity of the material of the conductor. അതായത് സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിയുന്ന സമയത്ത് ഇതിനകത്ത് മൊത്തത്തിലെ ആ ഒരു അതിന്റെ പ്രോപ്പർട്ടി അങ്ങ് മാറുകയാണ് ചെയ്തത്. ടെമ്പറേച്ചർ റൈസ് ആയിട്ട് ഇതിനകത്ത് മൊത്തത്തിൽ ആ ഇലക്ട്രോൺസ് ഒരു ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അതിന് ഇറ്റ്സെൽഫ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രോപ്പർട്ടി കിട്ടും. ഇലക്ട്രോൺസിന് അതിൻ്റെതായ രീതിയിൽ എന്ത് കിട്ടും, ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്താണ് കൈനറ്റിക് എനർജി വരുമ്പോഴാണ് ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പൊ അങ്ങനെ ആ ഇലക്ട്രോൺസ് ആ ഒരു മോഷനിലായിട്ട് മാറും അത് സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്ന സമയത്ത്. പക്ഷെ സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ എന്തായിരിക്കും, ഇതിന്റെ പ്രോപ്പർട്ടീസ്, അതായത് എത്രത്തോളം ഹീറ്റ് ഫ്ലോ ചെയ്യണം എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും, എത്രത്തോളം ഫ്ലോ ആ ഒരു ഹീറ്റ് ഈ ഒരു ഡയറക്ഷനിലോട്ട് ഫ്ലോ ചെയ്യണം എന്നാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു കണ്ടക്ടറിന്റെ, നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, അവിടെ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യാം. ഡെൻസിറ്റി ഡെൻസിറ്റി റോ അറിയില്ല, ഡെൻസിറ്റി റോ, മാസ് ബൈ വോളിയം, ആ ഒരു റിലേഷൻ മാസ് ബൈ വോളിയം. ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഒരു മെറ്റീരിയലിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു, ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ റെപ്രസെന്റ് ലെറ്റർ എന്ന് വെച്ചാൽ സി ആണ്. ഓക്കെ, സി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ആ ഫസ്റ്റ് കേസിൽ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സെക്കൻഡിൽ എന്ത് ചെയ്യാണ്, അത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഡെൻസിറ്റി മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞു. ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ്
the amount of heat required to rise the temperature of 1 kilogram of substance by 1 degree Celsius. അതായത് നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി ഡെഫിനിഷൻ ആണ് ഇപ്പോൾ വായിച്ചത്. എന്താണ് അത്? എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ്, അതായത് ഒരു കിലോഗ്രാം ഉള്ള സബ്സ്റ്റൻസിന്റെ അതിന് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് റൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഹീറ്റ്, എത്രത്തോളം ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കണം. നോർമലി ഒരു റെസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ ടെമ്പറേച്ചർ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് 1 കിലോഗ്രാം ആണ്. അത് യൂണിറ്റി പറയുന്നത് 1 കിലോഗ്രാം ടു ദ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. അപ്പോൾ അവിടെ നമുക്ക് 1 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റിനെ അതിനെ 1 ഡിഗ്രി സെൽഷ്യസ്, 1 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂട്ടാൻ. അപ്പോൾ അതിനിപ്പോൾ ഫോർ എക്സാമ്പിൾ റൂം ടെമ്പറേച്ചറിൽ ഒരു മെറ്റൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു മെറ്റൽ ബ്ലോക്ക് ഇവിടെ ഇരിക്കുന്നു. ഇതിന്റെ റൂം ടെമ്പറേച്ചറിലെ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. 32 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഇതിപ്പോൾ 1 കിലോഗ്രാം ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഹീറ്റ് സപ്ലൈ ചെയ്യുവാണ്. ഹീറ്റ് ഒരു ബർണർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അപ്പോൾ അതിൽ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 32 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്നത് എനിക്ക് 33 ആക്കാൻ വേണ്ടി എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി നീഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് ദ മെറ്റീരിയൽ ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അവിടുത്തെ എനർജിയുടെ ടേംസിൽ സ്പെസിഫിക് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലായി ബന്ധപ്പെട്ട് സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയും. കാരണം ഇനി നമ്മൾ കുറെ പ്രാവശ്യം ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നൊരു ടേം കേൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ അതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ ടേംസിലാണ് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് E is equal to എന്ത് കിട്ടും? E is equal to mc തീറ്റ എന്ന് കിട്ടും. mc തീറ്റ. ഇത് അവിടുത്തെ ഹീറ്റ് ആണ്. ഈ എനർജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് ജൂൾസിലുള്ള ഹീറ്റ് ആണ്. ഹീറ്റ് എത്രത്തോളം ഹീറ്റ് സപ്ലൈ ചെയ്തു എന്ന് ഇവിടെ പറയുന്നത്. ഈ m എന്ന് പറയുന്ന മാസ് ആണ്. മാസ് c എന്ന് പറയുന്ന ടേം ആണ് അവിടുത്തെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ആൻഡ് തീറ്റ മീൻസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞില്ല. അതിപ്പോ സ്പെസിഫിക് കപ്പാസിറ്റി ആ ഒരു യൂണിറ്റി ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ that is the amount of heat E which is required to rise the temperature of 1 kilogram substance through 1 degree Celsius. Okay, ഇതാണ് സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ വേരിയബിൾ സ്റ്റേറ്റ് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ ഈ വേരിയബിൾ സ്റ്റേറ്റിൽ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് കേസ് പറഞ്ഞാണ് അതിന്റെ ഡെൻസിറ്റി, that is rho m/v. അതുപോലെ തന്നെ സെക്കൻഡറി ടേംസ് എന്ത് പറയുന്നുണ്ട്? അവിടെ അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തവിടെ ഡിപ്പെൻഡൻസി ഉള്ള ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈ രണ്ട് കാര്യമാണ് എന്ത് ചെയ്യുന്നത്? മെയിൻലി അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഡിറ്റർമിൻഡ് ബൈ ദ ക്വാളിറ്റി കോൾഡ് തെർമൽ ഡിസ്യൂസിബിലിറ്റി. ഓക്കെ, ഡിസ്യൂസിവിറ്റി എന്ന് പറയും. അതായത് ഇവിടെ എത്രത്തോളം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ട് അവിടെ ഒരു കാൽക്കുലേഷൻ കൊണ്ടുവന്ന ലോർഡ് കെൽവിൻ ആണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് തെർമൽ ഡിസ്യൂസിവിറ്റി എന്ന് പറയും. സ്പെല്ലിംഗ് എഴുതി തരാം. THERML, തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയും. ഓക്കെ, ഡിസ്യൂസിവിറ്റി. ഓക്കെ, ഇത് ലോർഡ് കെൽവിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേം ആണ്. ഇതുപോലെ തന്നെ തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മാക്സ്വെൽസും കൊണ്ടുവന്നു. രണ്ടും സെയിം കൺസെപ്റ്റ്. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ തെർമോമെട്രിക് എന്ന് പറയുന്നത് രണ്ടും എന്താണ്? അത് ഒരേ കൺസെപ്റ്റ് ആണ്. പക്ഷെ രണ്ട് സയന്റിസ്റ്റ് കൊണ്ടുവന്ന രണ്ട് ടേംസ് ആണ്. ഒന്ന് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്നും അതുപോലെ തന്നെ മാക്സ്വെൽസ് കൊണ്ടുവന്നതിന് പറയുന്ന പേരാണ് എന്ത്? അത് നമ്മൾ തെർമോമെട്രിക് എന്ന് പറയും. തെർമോമെട്രിക്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടേംസും നമുക്ക് എന്ത് ചെയ്യണം? ഇനി നോക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും സെയിം കൺസെപ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, എന്താണ് അവിടെ നമുക്ക് ഈ ഒരു റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ അല്ലെങ്കിൽ അവിടുത്തെ എത്രത്തോളം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് ഒരു വേരിയബിൾ സ്റ്റേറ്റിൽ അതിന്റെ ഡെൻസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രത്തോളം ഹീറ്റ് അവിടെ ഫ്ലോ ചെയ്യും, ഈ ഒരു മീഡിയത്തിൽ കൂടി എത്രത്തോളം ഹീറ്റ് ഫ്ലോ ചെയ്യും സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് മുന്നേ, അതെന്നുള്ള ഡിറ്റർമിൻ ചെയ്യുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന രണ്ടുപേരാണ്. ഒന്ന് ലോർഡ് കെൽവിനും മറ്റൊന്ന് മാക്സ്വെൽസും ആണ്. ഓക്കെ, ഒന്ന് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയും, അതുപോലെ തന്നെ ഡിസ്യൂസിവിറ്റി. ഓക്കെ, മറ്റൊന്നാണ് തെർമോമെട്രിക് എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന മാക്സ്വെൽസ് ആണ്. ഓക്കെ, മാക്സ്വെൽസും അതുപോലെ തന്നെ ഇതെന്താണ്? ലോർഡ് കെൽവിനുമാണ്. ഈ രണ്ട് കാര്യം ഒന്ന് ഓർക്കുക. നെക്സ്റ്റ്, അപ്പോൾ എന്താണ് ഈ ഒരു തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി നോക്കാം. ദാറ്റ് ഈസ് ദ തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി ഈസ് ദ ratio of thermal conductivity to the thermal capacity per unit volume of the material of the body. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു തെർമൽ കണ്ടക്ടിവിറ്റി അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി K തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചല്ലോ, തെർമൽ കണ്ടക്ടിവിറ്റി K ആണ്. അപ്പോൾ ഈ Kയുടെയും അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ V. ഈ MC എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഈ
കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മൾ എം സി എന്ന് പറയുന്നത്. മാസും ആ ഒരു സ്പെസിഫിക് കപ്പാസിറ്റി കൂടി ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് കപ്പാസിറ്റി കിട്ടും. ടെമ്പറേച്ചറിന്റെ റീസൺ എടുക്കാത്ത മനസ്സിലായില്ല, കാരണം 1 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പറഞ്ഞു റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു എം സി എന്ന് കിട്ടും. അപ്പോൾ തെർമൽ ഡിസ്ഫ്യൂസിബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ്, ഞാൻ തീരെ ജസ്റ്റ് റഫായിട്ട് എഴുതുവാണ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്നാൽ ഡിഫ്യൂസിബിലിറ്റി എന്ന് എഴുതുവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു K divided by, that is the ratio of thermal conductivity to the thermal capacity per unit volume, or divided by thermal capacity divided by per unit volume. Substitute ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ ഒരു റിലേഷനിൽ K by M into C divided by V ആണ്. ഈ M by V ശരിക്കും എന്താണ്? M by V എന്ന് പറയുന്ന അവിടുത്തെ ഡെൻസിറ്റി ആണ് കേട്ടോ. ഡെൻസിറ്റി, മാസ് ബൈ വോളിയം. അപ്പോൾ എനിക്ക് എങ്ങനെ ഈ ഇക്വേഷൻ മാറ്റാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു K by rho into C എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ thermometric conductivity which is equal to K by rho C. അപ്പോൾ റോ എന്താണെന്ന് മനസ്സിലായോ? റോ എന്ന് വെച്ചാൽ അവിടുത്തെ ഡെൻസിറ്റി ആണ്, സി എന്ന് പറയുന്നത് സ്പെസിഫിക് കപ്പാസിറ്റി ആണ്, ആൻഡ് കെ എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അതാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞ ടൈമിൽ അവിടെ ആ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു വേരിയബിൾ സ്റ്റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു? അവിടുത്തെ ഡെൻസിറ്റിയും അതുപോലെ തന്നെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻവേഴ്സ് റിലേഷൻ ആണ്, കാരണം ഡിവൈഡ് ബൈ 1 അല്ലെങ്കിൽ 1 ബൈ എന്ന സ്റ്റേറ്റിലല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? അതൊരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു വേരിയബിൾ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് നോക്കേണ്ടത്. 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കാം. ഒരു വലിയൊരു ടോപ്പിക് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ്. എന്താണ് തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി? ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഡിഫൈൻ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി വേണമെങ്കിൽ എക്സാമിനേഷന് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ്, ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. ഇത് നോക്കാം ഒന്നുകൂടി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നെക്സ്റ്റ് ടേമിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക് ലീസ്റ്റ് ഡിസ്ക് ആണ്. ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ്. അപ്പോൾ എന്തിനാണ് ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? നമുക്കിവിടെ കണ്ടക്ടേഴ്സ് അല്ലാത്ത അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി, കെയുടെ വാല്യൂസ് ഉണ്ടല്ലോ, പുവർ കണ്ടക്ടേഴ്സിനും കെയുടെ വാല്യൂ, കാരണം ടെമ്പറേച്ചർ കണ്ടക്ട് ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ വുഡൻ ഹാൻഡിൽസ് വെച്ചൊരു കിച്ചൺ യൂട്ടിലിറ്റീസിൽ ചെന്ന് നമ്മൾ ചൂട് സമയത്ത് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ? സൈഡിൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടാൻ പറ്റും. അപ്പോൾ ഇതൊരു കിച്ചൺ യൂട്ടിലിറ്റീസ് ആണ്. ഇത് ഒരു ഹാൻഡിലുണ്ട്, വുഡൻ ഹാൻഡിലാണ്. നമ്മൾ ഇങ്ങേറ്റത്ത് പിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഈ ഒരു എൻഡിൽ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചൂട് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഒരു എൻഡിൽ തൊട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ടെമ്പറേച്ചർ അറിയാൻ പറ്റും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയൊരു ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പുവർ കണ്ടക്ടേഴ്സ് ആണെങ്കിലും അവിടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റിന്റെ ചെറിയൊരു കണ്ടക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അത്രയും ഫ്രീ എനർജി അല്ലെ ഫ്രീ ഇലക്ട്രോൺ ഉള്ള കണ്ടക്ടേഴ്സിൽ മെറ്റൽസ് നടക്കുന്ന പോലെ അത്രയും എമൗണ്ട് നടക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്താണ്? ചെറുതായിട്ടൊരു എമൗണ്ടിൽ അവിടെ ഹീറ്റ് കണ്ടക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റിക്ക് ഇവിടെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? സീറോ ആയിട്ട് പോകത്തില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കണ്ടക്ടേഴ്സ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. പക്ഷേ പുവർ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പുവർ കണ്ടക്ടേഴ്സും ഇവിടെ എന്ത് ചെയ്യുന്നു? ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഗ്ലാസിനെ എടുത്ത് എന്ത് ചെയ്യുന്നു? ഗ്ലാസ് മീൻസ് നമ്മൾ സാധാരണ ഈ ഒരു പ്ലെയിൻ ഗ്ലാസ്, എന്തെങ്കിലും ഒരു ഗ്ലാസ്, ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം? അത് സിൽക്കിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തില്ല? ശരിക്കും കണ്ടക്ട് ചെയ്യത്തില്ല. ഗ്ലാസ് മെറ്റീരിയൽ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ്. അവിടെ എന്ത് ചെയ്യത്തില്ല? നമുക്ക് കറണ്ട് കണക്ഷൻ ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഗ്ലാസ് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റെഡ് ഹോട്ട് ആയിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റിന് എന്ത് ചെയ്യും? അത് കണ്ടക്ട് ചെയ്യും. നമ്മൾ ഇവിടെ ഈ ഒരു എൻഡ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് തൊട്ടടുത്തുള്ള റീജിയനിലൊക്കെ ചെറുതായിട്ടൊന്ന് ഹീറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഹീറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെയൊക്കെ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി വരും. അപ്പോൾ ആ ഒരു തെർമൽ കണ്ടക്ടിവിറ്റി പുവർ കണ്ടക്ടേഴ്സിന്റെ ഒക്കെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേറെ മെത്തേഡ്സ് ഉണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലീസ്റ്റ് ഡിസ്ക് മെത്തേഡിന്റെ ഡയഗ്രാം, അല്ലെങ്കിൽ ഒരു അപ്പാരറ്റസ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും നോർമലി അതൊരു ഹാങ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും കാണുന്നത്. നിങ്ങൾ ലാബിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഫിഗർ എടുത്താൽ ഇപ്പോൾ അതിനൊരു ജസ്റ്റ് ഒരു ഡയഗ്രാം മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഡയഗ്രാം മാത്രമേ എടുത്തിട്ടുള്ളൂ. കറക്റ്റ് ഒറിജിനൽ അപ്പാരറ്റസ് ഇതല്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഡിസ്ക് വരും. ഒന്ന് വെയിറ്റ്, ഞാൻ ഒരു ഫിഗർ ഒന്ന് എടുത്തോട്ടെ.
ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലീസ് ഡിസ്കിന്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രം നോക്കിയാൽ ഏകദേശം സിമിലർ ആണ്. ഇവിടെ നമുക്ക് വരുന്ന അപ്പാരറ്റസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുക. ഫസ്റ്റ് നമുക്കൊരു സ്റ്റീം ചേമ്പർ ഉണ്ട്. കണ്ടോ? സ്റ്റീം ചേമ്പർ. ഈ മുകളിൽ ഇരിക്കുന്ന സ്റ്റീം ചേമ്പർ എന്ന് പറയുന്നത് സ്റ്റീം ചേമ്പർ ഉണ്ട്. ആ സ്റ്റീം ചേമ്പറിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇവിടെ ഈ ഒരു കോപ്പർ ഫ്ലാസ്ക് എന്ന് പറയുന്നത്, ഈ ഒരു കോപ്പർ കോണിക്കൽ ബോട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് നമ്മൾ വാട്ടർ വയ്ക്കും. സാധാരണ വാട്ടർ വയ്ക്കുന്നത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വെള്ളം വയ്ക്കും. ആ വെള്ളം എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഹീറ്റർ വെച്ച് നമ്മൾ ചൂടാക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇത് വെള്ളം തിളക്കുകയും ഈ ഒരു ഇവോപ്പറേഷൻ, ഈ ഒരു വാട്ടർ വേപ്പേഴ്സ് ഇതുവഴി ട്രാൻസ്ഫർ ചെയ്യും. തെർമൽ അല്ലെങ്കിൽ സ്റ്റീം എന്ത് ചെയ്യും? ഇതുവഴി ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ സ്റ്റീം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു സ്റ്റീം ചെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ട് ഇവിടെ വയ്ക്കുന്നത്. ഇതെന്താണ് ചെയ്യുന്നത്? ഇത് അവിടെ ഒരു സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് ഒരു റബ്ബർ ട്യൂബ് വഴി കണക്ട് ചെയ്തിരുന്നല്ലോ. ഇവിടെ നമ്മൾ റബ്ബർ ട്യൂബ് വഴി ആ ഒരു ബോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബോട്ടിൽ എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്ത് കോപ്പർ ബോട്ടിലാണ് അവിടെ നമ്മൾ വാട്ടർ വയ്ക്കുന്നത്. കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ടൈറ്റ് ആണ്. അപ്പോൾ സ്റ്റീം ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? ഇതുവഴി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഈ ഒരു സ്റ്റീം ചെസ്റ്റിൽ കൂടി പോകും. അപ്പോൾ ഈ സ്റ്റീം ചെസ്റ്റിൽ കൂടി പോകുന്ന സമയത്ത് ഈ എ എന്ന് പറയുന്ന ഇത് ഇവിടെ ഒരു ഡിസ്ക് കാണും. അതിലൊരു ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ഇതിലൊരു ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഒരു തെർമോമീറ്റർ വയ്ക്കുന്നുണ്ട്. ഒരു മെർക്കുറി തെർമോമീറ്റർ ഇവിടെ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്തിരിക്കും. ഇവിടെ കാരണം ഇതിന്റെ ഹോൾ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഫിഗറിൽ സെക്കൻഡിൽ കാണിച്ച ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഉണ്ടല്ലോ. ഉണ്ടോ? ഫസ്റ്റ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അപ്പാരറ്റസിലൊക്കെ മിക്കതിലും ഈ സ്റ്റീം ചെസ്റ്റും ഈ ഒന്നാമത്തെ എ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്ക് എന്തായിരിക്കും? ഒന്നിച്ചായിരിക്കും ഇരിക്കുന്നത് മിക്കവരും. ചില അപ്പാരറ്റസിൽ അങ്ങനെയാണ് വരുന്നത്. ചിലപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടും വരാം. ചിലതിൽ ഇങ്ങനെ മിക്സ് ആയിട്ടും വരാം. അങ്ങനെ എന്തുണ്ട്? ഈ ഒരു സ്റ്റീം ചെസ്റ്റും ഇവിടെ ഒരു ഡിസ്ക്, അതൊന്ന് ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. കാരണം നമ്മളിവിടെ ഡെറിവേഷൻ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡിസ്ക് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ആ ഒരു ഡിസ്ക് അവിടെ വെച്ചിട്ടുണ്ട്, എ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് വെച്ചാൽ ബേസ് പ്ലേറ്റ് ആണ്, നമ്മൾ ബി എന്ന് പറയും. ഓക്കെ, ഈ സ്റ്റീം ചെസ്റ്റും ഇതും ഏകദേശം ഒന്നിച്ചിരിക്കും. ഇത്രയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇത് ബേസ് പ്ലേറ്റ് ആണ്. അപ്പൊ അങ്ങനെ രണ്ട് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. ഒന്നാമത്തേത് നമ്മൾ എന്ത് ചെയ്തു? T1 θ1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന ഈ ഒരു ബേസിലിരിക്കുന്ന ഈ ഒരു ഡിസ്ക്, ഇതിൽ വേറെ പ്രത്യേകിച്ച് ഹോൾസ് ഇല്ല. അതിൽ ആകെയുള്ള ഒരു ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഒരു തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഈ ഒരു ഹോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ എന്താണ്? ഇതിൽ നമുക്ക് രണ്ട് ഇതുണ്ട്. ഒരു ഓപ്പണിംഗും ഉണ്ട്. ഇതിൽ നമുക്ക് സ്റ്റീമിന് കയറാനും ഇത് സ്റ്റീമിന് ഇറങ്ങാനും. ഇങ്ങനെ സ്റ്റീം കയറി ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഹീറ്റ് ആവും. ഓക്കെ, ഹീറ്റ് ആവും. ഈ ഒരു അപ്പാരറ്റസ് ഹീറ്റ് ആവും. ഇവിടെ നിന്ന് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക്, അതായത് സ്റ്റീം ചെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എ എന്ന് പറയുന്ന ആ ഒരു ഡിസ്കിനും അല്ലെങ്കിൽ ആ ഒരു അപ്പാരറ്റസിനും ഈ ബേസ് പ്ലേറ്റിന് ഇടയിൽ കണ്ട ആ ഒരു ഓറഞ്ച് കളർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏതിന്റെയാണോ തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യേണ്ടത് ആ ഒരു മെറ്റീരിയൽ പ്ലേസ് ചെയ്യും. അതായത് സാൻഡ്വിച്ച് വെച്ചിരിക്കുന്ന പോലെ എന്ത് ചെയ്യും? നമ്മളിവിടെ സാൻഡ്വിച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതായത് രണ്ടിന്റെ ഇടയിൽ നമ്മുടെ രണ്ടിടയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സാൻഡ്വിച്ച് ചെയ്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും. ഇത് കണ്ടല്ലോ, ഈ ഒരു സസ്പെൻഷൻ നമ്മളൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ലീസ് ഡിസ്കിനെ. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റാം. ഈ സ്റ്റീം ചെസ്റ്റ് മാറ്റാൻ പറ്റും, സ്പെസിഫിൻ എടുത്ത് മാറ്റാൻ പറ്റും. ഈ ബേസ് പ്ലേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ലൈൻസ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ തൂക്കിയിട്ടുണ്ട്, ഇതിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം? നമ്മൾ സ്റ്റീം കൊടുക്കും. സ്റ്റീം കൊടുക്കുമ്പോൾ ഇവിടെ വയ്ക്കുന്ന സ്പെസിമെൻ, അവിടെ വയ്ക്കുന്ന ആ ഒരു സ്പെസിമെൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ലാബിൽ ചെയ്യുന്നത് നമ്മളിവിടെ കാർഡ്ബോർഡിന്റെ ആയിരിക്കും തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്, കാർഡ്ബോർഡിന്റെ. അപ്പോൾ ഒരു കാർഡ്ബോർഡ് ഡിസ്ക് ഷേപ്പിൽ കട്ട് ചെയ്ത് എന്ത് ചെയ്യും? ഇതിന്റെ ഇടയ്ക്ക് വെക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീം കൊടുക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റീം ചെസ്റ്റ് ചൂടാവുകയും ഇവിടെ ഈ ഒരു ഡിസ്ക് മൊത്തത്തിൽ എന്ത് ചെയ്യും? ഹീറ്റ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റീം ചെസ്റ്റിന്റെ ഹീറ്റിംഗ് ടെമ്പറേച്ചർ അറിയാൻ പറ്റും. അത് കഴിയുമ്പോൾ ഇതുവഴി എത്രത്തോളം ടെമ്പറേച്ചർ അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെന്ന് അറിയണമെങ്കിൽ θ2 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് തെർമോമീറ്റർ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നത്, എന്താണ് സ്റ്റീം ചെസ്റ്റിന് ഇവിടെ ഒരു ഓപ്പണിംഗ് വരുന്നത്? കാരണം ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതുവഴി കയറുന്ന ആ ഒരു എയർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റീം എന്ത് ചെയ്യണം? പുറത്ത് പോകണം. അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യും? അതിനകത്ത് പ്രഷറൈസ് ആവും. പ്രഷറൈസ് ആയാൽ എന്ത് ചെയ്യും? നമുക്കിവിടെ ഈ ട്യൂബ് ഇളകി പോവുകയും ചെയ്യും. അപ്പോൾ ട്യൂബ് ഇളകി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഓപ്പണിംഗ് കൂടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവഴി വരുന്ന ആ ഒരു സ്റ്റീം, ഇതുവഴി ഇങ്ങനെ വരുന്ന സ്റ്റീം എന്ത് ചെയ്യും? ഇതുവഴി കയറും. അപ്പോൾ സ്റ്റീം നല്ല ചൂടാണല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യും? മൊത്തത്തിൽ ഒന്ന് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇതുവഴി എന്ത് ചെയ്യും? അത് എക്സിസ്റ്റ് ആവും. അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ഒരു അപ്പാരറ്റസ് സെറ്റപ്പ് വൈസ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു സ്റ്റീം ചെസ്റ്റ് ഉണ്ട്, ദെൻ ഒരു സ്പെസിമെൻ ഉണ്ട്, നെക്സ്റ്റ് നമുക്ക് ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട്, ദെൻ രണ്ട് തെർമോമീറ്റേഴ്സ് വയ്ക്കാൻ വേണ്ടി രണ്ട് ഹോൾസ് അതിലുണ്ട്. അതുപോലെ നമുക്ക് അവിടെ ഹീറ്റിംഗ് അറേഞ്ച്മെന്റ്, ജസ്റ്റ് ആ ബോട്ടിലും ഹീറ്ററും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ഹീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ലീസ് ഡിസ്കിനകത്ത് മെയിൻലി ഉള്ളത്. ഇനി എങ്ങനെ അതിന്റെ വർക്കിംഗ് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് നോക്കാം. ഓക്കെ,
ഇതൊരു സ്പെസിമെൻ ആയിട്ട് നമുക്ക് എന്തുവേണേലും വെക്കാം കേട്ടോ. നമ്മളിപ്പോ ലാബിൽ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കാർഡ്ബോർഡ്. അപ്പോൾ വേറെ കോളേജസിൽ വെക്കുകയാണെങ്കിൽ റബ്ബർ ഷീറ്റ് വെക്കാം. കാരണം റബ്ബർ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ലെതർ വേണമെങ്കിൽ വെക്കാം. ലെതറിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എടുക്കാം. എന്തിന്റെയാണോ ഏത് പുവർ കണ്ടക്ടറിന്റെ ആണോ തെർമൽ കണ്ടക്ടിവിറ്റി എടുക്കേണ്ടത്, അപ്പോൾ ആ ഒരു സ്പെസിമെൻ എന്ത് ചെയ്യാം ഇവിടെ വെക്കുക. അപ്പോൾ നമുക്ക് ഗുഡ് കണ്ടക്ടേഴ്സിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ടെമ്പറേച്ചർ പെട്ടെന്ന് എന്ത് ചെയ്ത് ഒരു പാസ് ചെയ്ത് പോകും. ഒരു നോക്കിയാൽ മതി, കാർബോർഡിൽ കൂടി പാസ് ചെയ്ത് പോകുന്നതിനെക്കാട്ടി ഈസിലി എന്ത് ചെയ്യാം, ഒരു മെറ്റാലിക് ഡിസ്ക് വഴി അല്ലെങ്കിൽ മെറ്റാലിക് ഷീറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഇതിന് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് അത്രയും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർമെന്റ്സ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാഡ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ പൂർ കണ്ടക്ടേഴ്സിന്റെ ഒക്കെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. ഇതാണ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് അപ്പാരറ്റസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ് അപ്പാരറ്റസ്, എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്റ്റാൻഡിൽ ഈ ഒരു സ്പെസിമെൻ, ഈ ഒരു ബേസ് പ്ലേറ്റിന് എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. ആദ്യം ബേസ് പ്ലേറ്റ് മാത്രം എടുത്ത് സസ്പെൻഡ് ചെയ്ത് വെക്കും. അതിനുശേഷം അതിന്റെ പുറത്ത് എന്ത് പ്ലേസ് ചെയ്യും, ആദ്യം ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുമല്ലോ, അപ്പൊ അതിന്റെ പുറത്തായിട്ട് നമ്മുടെ സ്പെസിമെൻ ഏതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു സ്പെസിമെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ മുകളിൽ സ്റ്റീം സിസ്റ്റം കൂടി പ്ലേസ് ചെയ്യും. ഓക്കെ, സ്റ്റീം സിസ്റ്റം എന്നിട്ട് ഇതുപോലെ ആ ഒരു റബ്ബർ ട്യൂബ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും. ഈ ഒരു ബോട്ടിലുമായിട്ട് ഒരു റബ്ബർ ട്യൂബ് കണക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനകത്ത് നമുക്ക് ഈ ഒരു കോർക്കൊക്കെ ഉണ്ട്. ഈ ഒരു ബോട്ടിലിനകത്ത് നമുക്ക് ഒരു കോർക്ക് ഉണ്ട്. ഈ കോർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഈ ഒരു വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം ആ കോർക്ക് വെച്ച് ടൈറ്റ് ചെയ്യുക. കോർക്ക് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് വെക്കണം. ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹീറ്റർ ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റർ ഓൺ ചെയ്യും. ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ അതിനകത്തുള്ള വെള്ളം തിളയ്ക്കും. വെള്ളം തിളച്ചിട്ട് എന്ത് ചെയ്യും, അതുവഴി സ്റ്റീം ഇതുവഴി വരും. ഇനി സ്റ്റീം ഇതിനകത്ത് കയറും. സ്റ്റീം ഇതുവഴി പുറത്ത് പോകും. പുറത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഹീറ്റ് ആവും. അപ്പോൾ ഹീറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് എന്തുണ്ട്, T1 അല്ലെങ്കിൽ θ1 എന്ന് പറഞ്ഞൊരു തെർമോമീറ്റർ ഉണ്ട്, θ2 എന്ന് പറഞ്ഞൊരു തെർമോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം ഉള്ളത്. നമ്മൾ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്ന ടൈം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹീറ്റ് പാസ് ചെയ്യും. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹീറ്റ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ ഒരു സമയം കഴിഞ്ഞ് എന്ത് ചെയ്തില്ല, കൂടത്തില്ല. θ1 എന്ത് ചെയ്തില്ല, ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻക്രീസ് ചെയ്യത്തില്ല. കാരണം ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലല്ലേ ഇവിടെ വെള്ളം തിളക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വരെ മാത്രമേ, ഏകദേശം 100°C ആ ഒരു രീതിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ θ1 എന്ന് പറയുന്ന തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ കാണിക്കത്തുള്ളൂ. പക്ഷേ അത്രയും ഒരു 100°C ഒന്നും എന്ത് ചെയ്യത്തില്ല, 100 വരത്തില്ല, ഒരു 90 ആ ഒരു റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. കാരണം അവിടുന്ന് തിളച്ച് വന്ന് ഹീറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് 90 80 ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കാം. പക്ഷേ ഈ സ്പെസിമെൻ കഴിഞ്ഞ് വരുന്ന ഈ ബേസ് പ്ലേറ്റിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് കൂടത്തില്ല. ഓക്കെ, ബേസ് പ്ലേറ്റിലെ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടത്തില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ ഈ T1ലെയും ഇപ്പോൾ ഈ θ1 T1 ടെമ്പറേച്ചർ, ഫസ്റ്റ് ടെമ്പറേച്ചറും സെക്കൻഡ് ടെമ്പറേച്ചർ, സെക്കൻഡ് തെർമോമീറ്റർ. അപ്പോൾ T1ലെയും T2ലെയും ടെമ്പറേച്ചർ എന്തായിരിക്കും, ഒരു സമയം കഴിയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഇതുവഴി ടെമ്പറേച്ചർ പാസ് ചെയ്ത് വന്ന് എന്ത് ചെയ്യും, അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിട്ട് മാറും. ഇവിടുത്തെ T1 T2 എന്തായിരിക്കും, T1 is equal to T2 is equal to a constant. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അങ്ങനെ ആ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്ന സമയത്ത് നമുക്കവിടെ ദാറ്റ് ഈസ് ദ ഹീറ്റ് കണ്ടക്റ്റഡ് ത്രൂ സ്പെസിമെൻ ആൻഡ് ബി. ബി എന്ന് പറയുന്ന ഈ ഒരു ബേസ് പ്ലേറ്റ് ആണ്. ബിയും നമുക്ക് ഡി എന്ന് എടുക്കാം, സ്പെസിമെൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോയിങ് ത്രൂ ഡിയും ബിയും എന്തായിരിക്കും, സെയിം ആയിട്ട് മാറും. കാരണം രണ്ടിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടിടത്തും സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തതാണ് മീനിങ്, രണ്ടും കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത്. അങ്ങനെ heat conducted through D is equal to heat radiated from the side and bottom surface of the disk B. അതായത് ഇവിടെ എത്രത്തോളം ഹീറ്റ് ഇത് കണ്ടക്ട് ചെയ്യുന്നു, അത്രയും ഹീറ്റ് എന്ത് ചെയ്യും, ഈ ബേസ് പ്ലേറ്റ് നമ്മൾ താഴെ വെച്ചിട്ട് ഈ ഒരു ബേസ് പ്ലേറ്റിന്റെ താഴെ കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, ബോട്ടം സർഫസ് കൂടി ലിബറേറ്റ് ചെയ്ത് പോകും. കാരണം അത് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് മാറും. കാരണം ഇത് വേറെ നമ്മൾ പ്രത്യേകിച്ച് വീണ്ടും ഹീറ്റിംഗ് ചേമ്പർ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ എക്സ്പോസ്ഡ് ആണ്, പുറത്തോട്ട് അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇതിന്റെ ഹീറ്റ് പുറത്തോട്ട് അങ്ങ് പോകും. അപ്പോൾ ടെമ്പറേച്ചർ വന്ന് കുറഞ്ഞാൽ മാത്രമേ ടെമ്പറേച്ചർ കയറത്തുള്ളൂ. ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ടില്ല, ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വരുന്ന ഹീറ്റ് ഇങ്ങനെ ലിബറേറ്റ് ചെയ്ത് പുറത്ത് വെക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ T1 θ1 θ2 നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്യാം. കാരണം രണ്ടും ഏകദേശം സെയിം ആയി കോൺസ്റ്റന്റ് വാല്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും ഈക്വൽ ആവണമെന്നില്ല. ഇവിടെ ഇപ്പോൾ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെ 90 ഡിഗ്രി വരണം എന്നില്ല.
സ്റ്റഡി സ്റ്റേറ്റ് എത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലോ, നമ്മൾ പഠിച്ചു എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കണ്ടീഷൻ മീൻസ് എന്താണ്? ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സ്പെസിമൻ. അപ്പോൾ ഇവിടെ θ1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇവിടെ ഒരു ടെമ്പറേച്ചർ ആയാൽ മതി. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെയും 1 ഡിഗ്രി സെൽഷ്യസ് ആവണം എന്ന് നിർബന്ധമില്ല. ഇവിടെ എങ്ങനെയാവാം? വേണമെങ്കിൽ ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 2 ഡിഗ്രി സെൽഷ്യസ് ആവും. പക്ഷെ എന്തായിരിക്കണം? ടൈമിനനുസരിച്ച് വേരി ചെയ്യാൻ പാടില്ല. കാരണം പിന്നീട് അവിടെ ഇൻക്രീസിങ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് 100 തന്നെ വരണം, അല്ലെങ്കിൽ ഈക്വൽ ആവണം എന്നൊരു കണ്ടീഷൻ പറയുന്നില്ല. രണ്ടും എന്തായിരിക്കണം? ഇവിടെ ശരിക്കും ഈ ഒരു ഈക്വൽ ടു അവിടെ ഒരു കാര്യമില്ല, ജസ്റ്റ് കിട്ടുന്നേ ഉള്ളൂ. ഇവിടെ എന്തായാലും T1 ആൻഡ് T2 ആണ് കുറച്ചുകൂടി ആക്യുറേറ്റ്. T1 ആൻഡ് T2 ഷുഡ് ബി എ കോൺസ്റ്റന്റ്. ഓക്കെ, അവിടെ ഈക്വൽ ആവത്തില്ല, കാരണം ഈ ഒരു സ്പെസിമെൻ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ടെമ്പറേച്ചർ എന്തായാലും എന്ത് ചെയ്യാം? ഒരു കുറവുണ്ടാവും. പക്ഷെ ഫർദർ ഇൻക്രീസിങ് ഇല്ലാതെ എന്ത് ചെയ്യണം? T1 T2 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിന്റെ ടെമ്പറേച്ചർ നോക്കി ഇനി നമ്മൾ ഈ സ്പെസിമെൻ ഡി എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ഈ സ്പെസിമെൻ ഡി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സ്പെസിമെൻ ഡി സ്റ്റെപ്പ് കറക്റ്റ് ശ്രദ്ധിച്ചോളണേ. എക്സ്പ്ലെയിൻ പ്രൊസീജിയർ പറയുന്നുണ്ട്, കറക്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സ്പെസിമെൻ ഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിമെനെ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്തതിന് ശേഷം അതൊക്കെ റിമൂവ് ചെയ്ത് ഹീറ്റ് ആണ്, ചൂടാണ്, അപ്പോൾ അതനുസരിച്ച് ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഈ സ്റ്റീം ചെസ്റ്റിനെയും ഈ ബേസ് പ്ലേറ്റിനെ എന്ത് ചെയ്യണം? ഒന്നിച്ച് വയ്ക്കണം, പരസ്പരം അടുപ്പിച്ച് വയ്ക്കുക. കണ്ടത് ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ സ്പെസിമെൻ കംപ്ലീറ്റ് അവിടെ നമ്മൾ മാറ്റി സ്റ്റീം ചെസ്റ്റ് ബേസ് പ്ലേറ്റ് തമ്മിൽ എന്ത് ചെയ്യണം? ടച്ച് ചെയ്യുക. അതായത് മെറ്റൽ സർഫസ് രണ്ടും ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക? വയ്ക്കുക. ഇടയ്ക്ക് സ്റ്റീം ചെസ്റ്റിനെയും ബേസ് പ്ലേറ്റിനെയും തമ്മിൽ എന്ത് കോൺടാക്ട് വയ്പ്പിക്കുക. അതായത് മെറ്റൽ സർഫസ് രണ്ടും എന്ത് മീറ്റ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഹീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് എത്രയാണോ ഇവിടെ ഈ ഒരു θ2ന്റെ വാല്യൂ റൈസ് ചെയ്ത് നിൽക്കുന്നത്, അപ്പോൾ ആ ഒരു θ2 ഒരു ടെമ്പറേച്ചർ കാണും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും? 10 ഡിഗ്രി സെൽഷ്യസ് കൂടി എന്ത് ചെയ്യും? അഡീഷണലി ഹീറ്റ് ചെയ്യിപ്പിക്കും. അതായത് ഇപ്പോൾ θ2ന്റെ വാല്യൂ എനിക്ക് അവിടെ ഒരു 70 ഡിഗ്രി സെൽഷ്യസ് ഞാൻ കൊണ്ടെത്തിച്ചു. നേരത്തെ ഇത് വെച്ചതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ ടൈം ഒന്നും ഒബ്സർവ് ചെയ്യാതെ എന്ത് ചെയ്യുകയാണ്? ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അത് നമ്മൾ ഏകദേശം ഒരു 70 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോഴാണ് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ആയി. പിന്നെ 70 ഡിഗ്രി സെൽഷ്യസ് ശേഷം എന്ത് ചെയ്തില്ല? ഇത് കൂടിയിട്ടില്ല. അപ്പോൾ ഇതൊരു 70 ഡിഗ്രി സെൽഷ്യസും ഇവിടെ ഒരു 90 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ എന്തോ നിൽക്കുവാണ്. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിനെ മീറ്റ് ചെയ്യിപ്പിച്ച് വയ്ക്കുക. മീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇൻക്രീസിങ് വരും, കാരണം സ്റ്റഡി സ്റ്റേറ്റ് മാറും. കാരണം നമ്മൾ സ്പെസിമെൻ മാറ്റി ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യിപ്പിച്ച് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ് അഡീഷണൽ ആയി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരു അഡീഷണൽ 10 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യിപ്പിച്ച ശേഷം എന്ത് ചെയ്യും? നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യിപ്പിക്കും. അതിനുശേഷം ഈ സ്റ്റീം ചെസ്റ്റിനെ സ്റ്റീം ചേമ്പറിനെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യും. നമുക്ക് ഇവിടെ ഈസിലി എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ആ ഈസിലി ഇങ്ങനെ അതൊക്കെ ഒരു എന്തെങ്കിലും ഒരു വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹാൻഡിൽ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പതുക്കെ ഒരു ക്ലോത്ത് തന്നെ വെച്ച് പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യും. കാരണം നല്ല ചൂടായിരിക്കും ഈ ഒരു ടൈമിൽ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിമൂവ് ചെയ്തതിന് ശേഷം എന്ന് ചോദിച്ചാൽ ഈ ബി എന്ന് പറയുന്ന ബേസ് പ്ലേറ്റ് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യും. പിന്നെ നമുക്ക് എന്തില്ല? സ്റ്റീം ടെസ്റ്റും ഇല്ല അവിടെ, അല്ലെങ്കിൽ സ്റ്റീം ചേമ്പറും ഇല്ല, ഒന്നുമില്ല. ബാക്കി എന്തേ ഉള്ളൂ? ഇതൊന്നും അവിടെ കാണത്തില്ല. ഈ ബേസ് പ്ലേറ്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബേസ് പ്ലേറ്റ് മാത്രം അവിടെ വയ്ക്കും. അതിനുശേഷം നമ്മൾ ഓരോ ടൈം ഇന്റർവെൽ നമ്മൾ സ്റ്റോപ്പ് ക്ലോക്ക് ഓൺ ചെയ്തിട്ട് ഓരോ ടൈം ഇന്റർവെല്ലിൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യും. ഓരോ ടൈം ഇന്റർവെൽ നമുക്ക് പിന്നെ അവിടെ ടേബിളർ കോളമൊക്കെ ഉണ്ട്. ടേബിളർ കോളത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. ടേബിളർ കോളത്തിൽ ടൈമും ടെമ്പറേച്ചറും, ടൈമും ടെമ്പറേച്ചറും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോക്സ് വരയ്ക്കും. ഈ ഒരു കോളത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ടൈമിലും ഓരോ ഇന്റർവെല്ലിലും നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഇന്റർവെൽ ഓരോ ഹാഫ് മിനിറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇന്റർവെല്ലിലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ലാബിൽ ടീച്ചേഴ്സ് പറയുന്നതനുസരിച്ച് ഓരോ ടൈം വേരിയേഷൻ എടുക്കാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് മെഷർ ചെയ്യും. അപ്പോൾ അവിടെ ഈ ഓരോ ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അവിടെ കിട്ടുന്ന ഗ്രാഫ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതിൽ ടൈമും നമ്മുടെ ബോക്സിലുള്ള ടൈമും ടെമ്പറേച്ചറും ആണ്. ടൈമും ടെമ്പറേച്ചറും നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഒരു സ്ട്രൈറ്റ് ലൈൻ ഒന്നും ആയിരിക്കത്തില്ല, ഈ ഒരു തരത്തിലുള്ള ഗ്രാഫ് കിട്ടും. ഇത് കിട്ടും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കി കാൽക്കുലേഷൻസ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ എക്സ്പെരിമെന്റ് പ്രൊസീജിയർ ആണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഡിസ്ക് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഇടയ്ക്ക് വെക്കുന്ന ഈ ഒരു സ്പെസിമെൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിസ്കിന്റെ തിക്നെസ് ഒക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ തിക്നെസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് സ്ക്രൂ ഗേജ് യൂസ് ചെയ്തായിരിക്കും. ദെൻ റേഡിയസും ഹൈറ്റും എന്ത് ചെയ്യാൻ പറ്റും? റേഡിയസ് നമുക്ക് ആ ഒരു വെർനിയർ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും?
മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാസ് ഓഫ് ദ ഡിസ്ക് നമ്മൾ താഴെ വയ്ക്കുന്ന ഈ ഒരു ബേസ് പ്ലേറ്റിന്റെ മാസ് നമ്മൾ അവിടെ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അതുപോലെ ഈ സ്പെസിമെന്റ് ഈ ബേസ് പ്ലേറ്റിന്റെ മാസ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അടങ്ങിയിരിക്കണം. അപ്പോൾ ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഈ ഒരു സ്പെസിമെന്റ് മനസ്സിലായില്ല, കാർഡ്ബോർഡ് ഡിസ്കിന്റെ കാർഡ്ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് ഡിസ്കിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എക്സ്റ്റേണൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ അവിടെ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തിക്കുക. സ്റ്റഡി സ്റ്റേറ്റ് എത്തിയതിനു ശേഷം സ്പെസിമെൻ മാറ്റിയിട്ട് സ്റ്റീം ചേമ്പർ ഒരു സ്റ്റീം ചെസ്റ്റും ബേസ് പ്ലേറ്റും കോണ്ടാക്ട് ചെയ്ത് വെപ്പിക്കുക. അതിനുശേഷം θ2 കാട്ടി ഒരു 10 ഡിഗ്രി സെൽഷ്യസ് അഡീഷണൽ എന്ത് ചെയ്യുക, അഡീഷണൽ 10 ഡിഗ്രി സെൽഷ്യസ് അവിടെ കൂട്ടുക. 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുക. കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, കൂട്ടിയതിനു ശേഷം സ്റ്റീം ചെസ്റ്റിനെ റിമൂവ് ചെയ്യുക. സ്റ്റീം ചെസ്റ്റിനെ റിമൂവ് ചെയ്തിട്ട് ഓരോ ഹാഫ് ഇന്റർവെല്ലിൽ ഇവിടെ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, ആ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യുക. ഇനി ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്തതിനു ശേഷം അത് നമുക്ക് സ്ലോപ്പ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു തിയറി പാർട്ട് പറയുന്ന സമയത്ത് പറഞ്ഞുതരാം എന്തിനാണ് സ്ലോപ്പ് എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ തിയറി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് പറഞ്ഞു ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ എത്തും എന്ന് പറഞ്ഞു ഇടയിൽ. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്ന സമയത്ത് the steady state quantity of the heat conducted from the disk D to the disk B. അപ്പോൾ ഇവിടെ നമുക്കിനി ഇത് നോക്കാം, നമുക്ക് ആ സ്റ്റീം ചെസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒന്നും കാൽക്കുലേഷൻ ഉൾപ്പെടുത്തില്ല. ഈ ഫസ്റ്റ് നമ്മൾ എടുത്ത ഒരു സ്റ്റീം ചെസ്റ്റ് അത് നമുക്ക് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ അടുത്ത കാൽക്കുലേഷനിൽ കൊണ്ടുവരുന്ന ടേം എന്താണ്, അവിടെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വയ്ക്കുന്ന ഈ സ്പെസിമെന് നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തൊട്ട് താഴെ ഇരിക്കുന്ന ആ ഒരു ബി എന്ന് പറയുന്ന ആ ഒരു ഡിസ്കിന്, മെറ്റാലിക് ഡിസ്ക്, കാരണം അതെന്താണ് ഒരു ഡിസ്ക് മാത്രമാണ്. നമ്മൾ സാധാരണ ടോർഷൻ പെൻഡിലൊക്കെ പോലെ ഒരു ചെറിയൊരു ഡിസ്ക് മാത്രം, മെറ്റാലിക് ഡിസ്ക് ആണ്. അപ്പൊ അതിനെന്തുണ്ട് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ ബി എന്ന് പറയുന്ന സ്പെസിമെനും ബി എന്ന് പറയുന്ന ഇതിന് മാത്രമേ തുടങ്ങി നമ്മൾ പറയുന്ന ഇക്വേഷൻസിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അല്ല നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ നോക്കുക, സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് രണ്ട് ടെമ്പറേച്ചേഴ്സ് അവിടെ നോട്ട് ചെയ്യുന്നത്. ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ നമ്മൾ ഇനി ഇവിടെ ഉൾപ്പെടുത്തും, ഈ ഇക്വേഷൻ ഉൾപ്പെടുത്തും. അല്ല ഇതിന്റെ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ നമ്മൾ ഇതിന്റെ ഒരു പാർട്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നോക്കുക, അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്ന സമയത്ത് അവിടെ ആ ഒരു ഡിസ്കിൽ വരുന്ന എനർജി ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, Q ഈസ് ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച റിലേഷൻ A ഇൻറ്റു θ1 മൈനസ് θ2 ഡിവൈഡഡ് ബൈ T എന്ന്. ഓക്കെ, ഇവിടെ A എന്ന് വെച്ചാൽ എന്താണ്, ഏരിയ ആണ്. അപ്പോൾ ഡിസ്ക് എന്ന് പറഞ്ഞല്ലോ, ഡിസ്ക് ആകുമ്പോൾ അത് സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ സർക്കിളിന്റെ ഏരിയ എന്താണ്, ദാറ്റ് ഈസ് K ഇൻറ്റു 2π അല്ല R സ്ക്വയർ, പൈ ആർ സ്ക്വയർ ഇൻറ്റു θ1 മൈനസ് θ2. ഇതാ ടെമ്പറേച്ചറിലെ വേരിയേഷൻ. അപ്പോൾ ഇതിലെ ടെമ്പറേച്ചറിലെ വേരിയേഷൻ ആണ്. ഇനി നമുക്ക് ഇതുവരെ നമ്മൾ ഇക്വേഷൻ ആയിട്ടില്ല, നമുക്ക് എക്സ്പെരിമെന്റിൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ലാസ്റ്റ് കണ്ടുപിടിക്കും. ആ ഒരു ഇക്വേഷൻ നമ്മൾ എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മളിപ്പോൾ ഡെറിവേഷൻ ചെയ്തുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, ക്യൂവിന്റെ വാല്യൂന്ന് എടുത്തുകൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ പൈ ആർ സ്ക്വയർ കിട്ടും. ഇതില് നമുക്ക് ആ ഒരു ബി എന്ന് പറയുന്ന ഇതിലുള്ള കേസിൽ നമുക്ക് നോക്കുന്നത്. അപ്പോൾ ബിയിൽ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അറ്റ്മോസ്ഫിയറിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് എന്ത് ചെയ്യാം, പുറത്തോട്ട് പോകാം. ഇതുവഴി ഹീറ്റ് ചൂടാകുന്നതനുസരിച്ച് പുറത്തോട്ട് പോകാം. അല്ലെങ്കിൽ തണുക്കുന്നു, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു വെള്ളം തിളപ്പിച്ച് വെച്ചാലും നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വയ്ക്കുന്ന സമയത്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും അതിനൊരു കുറവാകുമ്പോൾ എന്ത് ചെയ്യും, ആ അറ്റ്മോസ്ഫിയറിക് അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മൾ അതിനുള്ള ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ നമ്മുടെ ഒബ്ജക്റ്റ് തണുക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, കൂളാവുന്നത്. അപ്പോൾ അതുപോലെ ഈ ബിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ബിയിലും അവിടെ ഹീറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം ഹീറ്റ് ലോസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ലോസ് അതിന്റെ ഇക്വേഷൻ ഹീറ്റ് ലോസ്റ്റ് ഈസ് ഈക്വൽ ടു mc dθ. m അറിയാം മാസ് ആണ്, c സ്പെസിഫിക് കപ്പാസിറ്റി ആണ്, dθ എന്തായിരിക്കും, dθ ബൈ dt എന്ന് പറയുന്ന അവിടുത്തെ റേറ്റ് ഓഫ് കൂളിംഗ് ആണ്. എത്രത്തോളം അവിടെ ഇത് ടെമ്പറേച്ചർ കുറയുന്നു, dθ ബൈ dt. ദാറ്റ് ഈസ് θ മീൻസ് അവിടെ വരുന്ന θ1 മൈനസ് θ2 ആ ഒരു മെഷർമെന്റ് പോലെ, അതായത് ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ലോസ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു mc ഇൻറ്റു dθ ബൈ dt എന്ന് കിട്ടും. വെയർ m ഈസ് ദ മാസ് ഓഫ് ദ ഡിസ്ക്, ഈ ഡിസ്കിന്റെ മാസ് നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു ബി എന്ന് പറയുന്ന ഡിസ്കിന്റെ മാസ്, ദെൻ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുവഴി ഹീറ്റ് വരുന്നുണ്ട്, ഇതുവഴി പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, എത്രത്തോളം ഹീറ്റ് വരുന്നോ അത്രത്തോളം ഹീറ്റ് എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, നോർമലി ഒരു ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്ത് എത്രത്തോളം ഹീറ്റാണ് ഇവിടെ വരുന്നത് അത്രയും ഹീറ്റ് എന്ത് ചെയ്യാം, ടൈമിനനുസരിച്ച് ഇവിടെ ടൈമിനനുസരിച്ച് എന്തുകൊണ്ട് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ നമുക്കൊരു സർട്ടൻ കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ ദറ്റ് ഈസ് എ ഹീറ്റ് കണ്ടക്റ്റഡ് ടു ഡി, ഹീറ്റ് ഫ്രം ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഹീറ്റ് റേഡിയേറ്റഡ് ഫ്രം ബി പെർ സെക്കൻഡ് കൂടി എടുക്കണം കേട്ടോ, പെർ സെക്കൻഡ്.
എത്രത്തോളം ഹീറ്റ് ഇവിടെ നിന്ന് വരുന്നുണ്ടോ അത്രത്തോളം ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയേറ്റ് ചെയ്ത് പുറത്ത് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1നെയും 2 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, അവിടെ നമ്മൾ കമ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് k ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു θ1 മൈനസ് θ2. ജസ്റ്റ് കമ്പാരിസൺ ചെയ്യുന്നതാണ്. θ1 മൈനസ് θ2 ഡിവൈഡ് ബൈ എന്തുണ്ട്, അവിടെ ഒരു ഡി കൂടി ഉണ്ടല്ലോ, d which is equal to mc into d theta by dt. Okay, mc into d theta by dt എന്ന് കിട്ടും. That is, so നമുക്കിവിടെ കിട്ടിയ വാല്യൂ ഇവിടെ എടുത്ത് എഴുതാം. That is k into pi r square into θ1 minus θ2 divided by d is equal to എന്ത് കിട്ടും, mc into d theta by dt. d theta by dt. ഇതില് ബാക്കി എല്ലാ വാല്യൂസ് നമുക്കിപ്പോൾ നോർമലി അറിയാം. θ1 എന്നറിയാം, θ2 അറിയാം, കാരണം നമ്മൾ തെർമോമീറ്ററിൽ എടുക്കുന്ന വാല്യൂസ് ആണ്. രണ്ട് തെർമോമീറ്ററിൽ എടുക്കുന്ന വാല്യൂസ് ആണ് θ1 θ2. അതറിയാം. കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. പൈയുടെ വാല്യൂ അറിയാം, ആർ സ്ക്വയർ റേഡിയസ് അറിയാം, ഈ ഒരു ഡി അറിയാം. ഇതെല്ലാം നമുക്ക് എന്ത് അറിയാന്നുള്ള വാല്യൂസ് ആണ്. ഡി എന്ന് വെച്ചാൽ എന്താണ്, തിക്നെസ് ആണ്, ആ ഒരു ഡിസ്കിന്റെ തിക്നെസ്. എം എസ് സി, ഇതിലാകെ അറിഞ്ഞിട്ട് ഫാക്ടർ ഏതാണ്, ഈ ഒരു ഡി തീറ്റ ബൈ ഡി ടി ആണ്. അപ്പൊ ഈ ഡി തീറ്റ ബൈ ഡി ടി എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പൊ ഈ ഒരു ഡി തീറ്റ ബൈ ഡി ടി മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന പറഞ്ഞു. ഈ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിൽ നമുക്ക് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്ന ഒരു കർവേച്ചർ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കർവേച്ചറിൽ ഇവിടെ നമുക്ക് ടൈമും ഇവിടെ എന്തായിരിക്കും, ഇവിടെ ടെമ്പറേച്ചറും ആയിരിക്കും. ഡി തീറ്റ അല്ല, ടെമ്പറേച്ചർ. അപ്പൊ ഇതൊരു കർവേച്ചർ ആണ്. ഈ കർവിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അവിടുത്തെ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ഡി തീറ്റ ആയിരിക്കും, ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ടി ടി ആയിരിക്കും. അതായത് ഈ ഗ്രാഫിൽ നിന്നും ഇവിടെ തീറ്റയ്ക്ക് ഒരു വാല്യൂ കിട്ടും. θ1 ഇക്വലന്റ് അല്ല, തീറ്റയ്ക്ക് ഒരു വാല്യൂ കിട്ടും. T1 ആണ് കിട്ടുക, T1. ഇവിടെ T2 എന്ന് കിട്ടും. ഇവിടെ ടൈമിന് ഒരു വാല്യൂ കിട്ടും, അത് ഡി ടി ആണ്, ആ ചേഞ്ച്. അപ്പൊ എനിക്ക് ഈ ഒരു സ്ലോപ്പിൽ നിന്നും ആ ഗ്രാഫ് വരയ്ക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. കാരണം ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിന് എനിക്ക് അവിടെ എന്ത് കിട്ടും, എനിക്ക് അവിടെ നിന്ന് ആ ഒരു ഗ്രാഫിൽ നിന്നുമാണ് ആ ഡി തീറ്റ ബൈ ഡി ടി വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് അവിടെ നോക്കാം. അപ്പൊ ഇത്രയും നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു കറക്ഷൻ ടേം കൂടി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഒരു കറക്ഷൻ ടേം കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ കറക്റ്റ് ഒരു എക്സാക്ട് വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ ഈ കറക്ഷൻ ടേം കൊടുക്കേണ്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഡിസ്കും ഈ ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ ഈ ഒരു ബി എന്ന് പറയുന്ന ആ ഒരു മെറ്റാലിക് ഡിസ്കിനാണ് ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്യുന്ന ടൈമിൽ അവിടെ എന്തുണ്ട്, ഇതിന്റെ അപ്പർ പാർട്ട് കവേർഡ് ആണ്. കാരണം ശ്രദ്ധിച്ച് കേൾക്കുക, ഹീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഹീറ്റ് ചേമ്പറിൽ കൊടുത്തതിന് പരസ്പരം കോണ്ടാക്ട് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് ഈ ഒരു സ്പെസിമെൻ വെക്കാത്ത ടൈമിൽ എന്ത് ചെയ്തു, ഇവർ തമ്മിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് വെച്ചു. അപ്പൊ ഈ കോണ്ടാക്ട് ചെയ്ത് വെച്ചപ്പോഴല്ല സ്പെസിമെൻ ഇരുന്നപ്പോഴും രണ്ട് ടൈമിലും ഇവരിൽ എന്തുണ്ട്, ഇവിടെ മുകള് കവേർഡ് ആണ്. ഈ ഒരു ബിയെ സംബന്ധിച്ച് മുകള് കവേർഡ് ആണ്. പക്ഷെ ഇത് കൂൾ ചെയ്ത ടൈമിൽ എന്ത് ചെയ്തു, ആ കൂളിംഗ് ടൈമിലായപ്പോൾ നമ്മൾ ടോട്ടലി ഇതിനെ എക്സ്പോസ് ചെയ്തു, അറ്റ്മോസ്ഫിയറിലോട് ടോട്ടലി എക്സ്പോസ് ചെയ്തു. കാരണം തുറന്നു വെച്ചിരുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് കൊടുത്ത സമയത്ത് ഇതിന് ഇതുവഴി മാത്രമേ ഹീറ്റ് സപ്ലൈ ചെയ്തുള്ളൂ. ഈ ഒരു ടൈമിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തില്ല, ഹീറ്റ് സപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ബി അവിടെ ഹീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു, യൂണിഫോം ആയിട്ട് ചെയ്യാതെ മുകളിൽ കൂടി മാത്രം ഹീറ്റ് സപ്ലൈ ചെയ്തു, പുറത്തു ഇതുവഴി ലിബറേറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൂളിംഗ് ടൈം കൊടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു മുകൾ ഭാഗം കൂടി റിമൂവ് ചെയ്ത് കൊടുത്തു. മുകൾ ഭാഗം കൂടി റിമൂവ് ചെയ്താൽ മീൻസ് എന്താണ്, അതും കൂടി അറ്റ്മോസ്ഫിയർ എക്സ്പോസ് ആയി. അപ്പോൾ ഈ ഹീറ്റ് റേഡിയേറ്റ് ചെയ്ത് ഡൗൺവേർഡും പോകും, മുകളിൽ കൂടിയും പോകും. വന്ന് ഒരു വഴിക്ക് മാത്രം, പക്ഷെ പോകുന്ന രണ്ട് വഴിക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നുണ്ട്. സൈഡ് വേസ് പോവാം. ഡിസ്കിന്റെ ഷേപ്പ് ആണ് അറിയാം, ഡിസ്കിന്റെ ഷേപ്പ് ആകുമ്പോൾ സൈഡ് വേസ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ വരും. സിലിണ്ടറിന്റെ കുറഞ്ഞ ഒരു ഡിസ്ക് ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിക്കുന്നുണ്ടല്ലോ അവിടെ, നമ്മൾ ആനുലർ ഡിസ്ക് ഒക്കെ പഠിക്കുമ്പോഴും അത് തന്നെ ആ ഒരു സിലിണ്ടർ എന്ന് വെച്ചാൽ എന്താണ്, ഒരുപാട് ഡിസ്ക് അറേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് സിലിണ്ടറിന്റെ കൺസെപ്റ്റിനെ ഡിസ്കിന് എടുക്കാൻ പറ്റും. ഓക്കെ, തിക്നെസ് ഹൈറ്റ് കുറഞ്ഞ ഒരു സിലിണ്ടർ ആണ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കേസിൽ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സർഫസിൽ കൂടി എല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ഹീറ്റ് പുറത്തു പോവാണ്. അപ്പൊ ഇവിടെ നമ്മൾ കറക്ഷൻ ടൈം കൊണ്ടുവരേണ്ടത് ഈ ഒരു കേസ് വെച്ചിട്ടാണ്. കാരണം അവിടെ നമ്മൾ ആ ഒരു ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്കിനെ എന്ത് ചെയ്തില്ല, കംപ്ലീറ്റ്ലി കവർ ചെയ്തല്ല ഹീറ്റ് പുറത്തുവിടാനായിട്ട് വെക്കുന്നത്. അപ്പൊ ആ ഒരു ടേമോട് കൊണ്ടുവരാനായിട്ട് നമ്മളുടെ ഏരിയ ഓഫ് ദ സർഫസ് റേഡിയേറ്റിംഗ് ഹീറ്റ് ഡ്യൂറിംഗ് ദ കൂളിംഗ് പാർട്ട് ഓഫ് ദ എക്സ്പെരിമെന്റ് കണ്ടുപിടിക്കണം. കൂളിംഗ് പാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ഏരിയാസ് ഉണ്ട്. നോർമലി അവിടെ പൈ ആർ സ്ക്വയർ എന്ന ഏരിയയിൽ മാത്രമേ ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതാണ് എൻ്റെ ഇക്വേഷൻ ഇപ്പോൾ കിടക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, ഈ ഒരു പൈ ആർ സ്ക്വയറിന്റെ കൂടെ നമ്മൾ ഈ ഒരു ടേം കൂടി അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ,
ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ 2 πr² വരും. കാരണം ഈ ഒരു ഡിസ്കിനെ സംബന്ധിച്ചിട്ട് ഇതാണ് ഡിസ്ക് എങ്കിൽ ഇതിന് ഈ ഒരു അപ്പർ ഇതൊരു πr², ഇത് πr². അതേപോലെ ലോവർ സർഫസിൽ എന്ത് ചെയ്യാം, ഇവിടെയും ഒരു πr² വാല്യൂസ് വരാം. കണ്ടോ? അതുകൊണ്ടാണ് എന്ത് ചെയ്തത് 2πr എടുത്തത്. ഇനി വേറെ ഹീറ്റ് പോകാൻ പറ്റിയ ഒരു ഏരിയ നമ്മുടെ ഈ ഒരു ഡിസ്കിന്റെ സൈഡ് വേസ് ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഡിസ്ക് വരയ്ക്കാം. ഇതാണ് ഇപ്പോൾ ഡിസ്ക് എന്ന് വെച്ചോളൂ. അപ്പോൾ ഡിസ്കിൽ എന്തൊക്കെ ചെയ്യാം, ഇതുവഴിക്കും ഹീറ്റിന് പോകാൻ പറ്റും, ഇതുവഴിക്കും ഹീറ്റിന് പോവാം, ഇതുവഴിക്ക് ഡൗൺ അടിക്കൂടി ഹീറ്റിന് പോകാം, സൈഡ് വേസിന് പോകാം. ഈ സൈഡ് വേസിന്റെ ഇത് എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, 2πr/h, സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടറിന്റെ സർഫസ് 2πr/h. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ അവിടെ കൊണ്ടുവരുന്ന കറക്ഷൻ ടേം എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ഇക്വേഷന്റെ കൂടെ നമ്മൾ ഒരു ടേം കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ദ കറക്റ്റഡ് ടേം ഓഫ് ദ റേറ്റ് ഓഫ് കൂളിംഗ്. അത് എടുക്കേണ്ടത് കറക്റ്റഡ് ടേം ഈസ് ഈക്വൽ ടു, നമുക്ക് ആ MC dθ/dt കൂടെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് കറക്റ്റഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് dθ/dt divided by 2πr² plus 2πr into h into πr² plus 2πr into h. അപ്പോൾ ഈ ഒരു ടേം ഇതുപോലെ തന്നെ പഠിക്കുക. ഈ ഒരു ടേം ഇപ്പോൾ നമ്മൾ എഴുതിക്കുന്ന ഈ ഒരു ടേം ഇതുപോലെ പഠിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് അവിടെ ഉള്ളതിൽ ആകെ ഉള്ളത് ഈ ഒരു πr² into 2πr into h, ഈ ഒരു വാല്യൂ മാത്രമേ നമുക്ക് ഉള്ളൂ. ഓക്കെ, ഈ ഒരു വാല്യൂ മാത്രമേ നമ്മുടെ ആ ഒരു ഇക്വേഷൻ വൈസ് നമുക്ക് ഇപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടേം കൂടി. അപ്പോൾ ഇത്രയും വെച്ചാൽ കറക്ഷൻ ടേം ആണ്. നമ്മുടെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനത്തെ ടേംസ് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇത്രയും അവിടെ അഡീഷണലി വരുന്ന ഒരു ടേം ആണ് ഇത്, നമ്മൾ പറയുന്നതാണ് കറക്ഷൻ ടേം. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന dθ/dt into r plus 2h divided by സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 2 into r plus h എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള പൈയും ബൈ ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് r plus 2h by 2 into r plus h എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഇക്വേഷൻ നമ്പർ 1 നേരത്തെ മാറ്റും. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ നമ്മൾ എടുത്തു വെച്ചത് ദാറ്റ് ഈസ് നമ്മൾ എഴുതിയ ഇക്വേഷൻ നമ്പർ 2 എങ്ങാണ്ടാണ്. ദാറ്റ് ഈസ് k/r² into θ1 minus θ2 divided by d is equal to, ഈ ഒരു ടേമിൽ നമുക്ക് dθ/dt കൂടെ എന്തെങ്കിലും ഈ കറക്ഷൻ ടേം കൂടി ഇൻക്ലൂഡ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ കറക്ഷൻ ടേം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ വേറെ വേരിയേഷൻ വരത്തില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് MC into dθ/dt. ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ കൂടെ എഴുതുക, r plus 2h divided by 2 into r plus h എന്ന് കിട്ടും. ഓക്കെ, 2 into r plus h, ഇതാണ് കറക്ഷൻ ടേം. അപ്പോൾ നമുക്ക് വേണ്ടത് k അല്ലേ, നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഹെഡിങ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, തെർമൽ കണ്ടക്ടിവിറ്റി മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ കെയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് k into MC by πr² into dθ/dt r plus 2h, ബാക്കി എന്തുണ്ട്, 2 into r plus h into d by θ1 minus θ2. ഓക്കെ, അപ്പോൾ ഇതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഒരു പുവർ കണ്ടക്ടറിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ ലീസ്റ്റ് ഡിസ്ക് മെത്തേഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആ ഒരു അപ്പാരസ് വൈസ് ആണ് നമ്മൾ പറഞ്ഞത് ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ആ ഒരു മെറ്റീരിയൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ ഇത്? മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇത് നോക്കുക ഈ ഒരു ഡെറിവേഷൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനായി എന്ത് ചെയ്യുക, ഇന്ന് ഒന്നുകൂടി ഇത് വായിച്ചു നോക്കുക. നമ്മളിന്ന് പഠിച്ചത് തെർമോമെട്രിക്, അതും അതുപോലെ വേരിയബിൾ സ്റ്റേറ്റ്.
ഫസ്റ്റ് നമ്മൾ നോക്കിയ ടോപ്പിക്കാണ് തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി. സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ലീസ്റ്റ് ഡിസ്ക്. അപ്പോൾ ലീസ്റ്റ് ഡിസ്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഇപ്പൊ ഈ ഒരു സെക്ഷനിൽ ഇല്ല, നമുക്ക് നെക്സ്റ്റ് വരുവാണ് നോക്കിയിട്ട് ഒന്നുകൂടി നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പ്രോബ്ലം ഉണ്ടോ നോക്കിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി ഒരു മെറ്റീരിയലിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ മെറ്റീരിയൽസ് അവിടെ മാറ്റി മാറ്റി വെക്കാം. അപ്പൊ അതില് ഒരു ഹെച്ച് എന്ന് പറയുന്നത് എന്താണ്, മെറ്റൽ ഡിസ്കിന്റെ തിക്നെസ് ആണ്. ഓക്കെ, ആ ഒരു മെറ്റൽ ഡിസ്കിന്റെ തിക്നെസ് ആണ് ഹെച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്കെ, ഹെച്ച് നമ്മൾ രണ്ടാമത് ഇൻക്ലൂഡ് ചെയ്യുക. ഹെച്ച് എന്ന് വെച്ചാൽ എന്താണ്, മെറ്റൽ ഡിസ്കിന്റെ തിക്നെസ് ആണ്. അപ്പോൾ ആ ഡിയും ഹെച്ചും തമ്മിൽ മാറിപ്പോകും. കാരണം ഡി എന്ന് പറയുന്നത് നമ്മളവിടെ യൂസ് ചെയ്യുന്ന മെറ്റലിന്റെ, നമ്മൾ ആ ഒരു മെറ്റലില്ല കാർബോർഡ് യൂസ് എന്ന് പറഞ്ഞല്ലോ, നമ്മളവിടെ സ്പെസിമെൻ ആയിട്ട് വെക്കുന്ന ആ ഒരു ഡിസ്കിന്റെ തിക്നെസ് ആണ്. നമ്മൾ സ്പെസിമെൻ ആയിട്ട് ഇടയിൽ ഇവിടെ വെക്കുന്ന ഈ ഒരു ഇതിന്റെ തിക്നെസ് ആണ് ഡി എന്ന് പറയുന്നത്. ഇതിന്റെ തിക്നെസ് എന്ത്, ഇതാണ് സ്മോൾ ഡി എന്ന് പറയുന്നത്. ഇക്വേഷനിൽ വന്ന ഹെച്ച് എന്ന് പറയുന്നത് ഇതിന്റെ തിക്നെസ് ആണ് കേട്ടോ, ഇതിന്റെ തിക്നെസ്. അപ്പൊ രണ്ടും നമുക്ക് വെർനിയർ സ്കെയിൽസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ യൂസ് ചെയ്യുന്നത് സ്ക്രൂ ഗേജ് ആയിരിക്കും, ഇതിന് നമുക്ക് വെർനിയർ സ്കെയിൽ യൂസ് ചെയ്ത് കാർബോർഡാണ് നോർമലി യൂസ് ചെയ്യുന്നത്. കാർബോർഡിന്റെ ഇത് വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് വെർനിയർ സ്കെയിലോ അങ്ങനെ യൂസ് ചെയ്തിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ,